ഇവിടെ ട്രോളി ആവിയായോ എന്ന് ചോദിച്ചാൽ ട്രോളി ആവിയായിട്ടില്ല. ട്രോളി അവിടെ തന്നെയുണ്ട്. പക്ഷേ ട്രോളിയിൽ പണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആ ആരോപണം അതിൽ വസ്തുതയോട് കൂടിയുള്ള അല്ലെങ്കിൽ വസ്തുതയുടെ പിൻബലത്തോടു കൂടിയുള്ള ഒരു ആരോപണമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ആരോപണം ഉന്നയിച്ചവർക്ക് പോലീസിലേക്ക് വിവരം ആരെങ്കിലും പാസ് ചെയ്യാതെ പോലീസ് പെട്ടെന്ന് ഉറക്കമുണർന്ന് പാതിരാത്രിക്ക് ഒരു ഹോട്ടലിലേക്ക് വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. രഹസ്യ വിവരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ സോഴ്സ് ആരാണോ അത് രഹസ്യമായി തന്നെ തുടരും. സിനിമയിൽ പറയുന്നത് പോലെ എന്നോടൊപ്പം തീരുമെന്ന് ദൃശ്യം സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെയാണ്. അത് ആരോടൊപ്പമോ തീരും. ആ ആൾ പാലക്കാട് തന്നെയുള്ള ആളാണ് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നത്. കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ്. കാരണം രാഹുൽ ഇപ്പോൾ നിയുക്ത MLA ആയി കഴിഞ്ഞു. രാഹുലിനത് പറയാം. രാഹുലിനെ അത്രയും വേട്ടയാടി എന്നിട്ടും മികച്ച വിജയം നേടി. അപ്പോൾ രാഹുലിനെ ഇനി തിരിച്ചടിക്കാനുള്ള അവസരമാണ്. ഞാൻ കരുതുന്നു നിയമസഭയിലടക്കം ഈ നീലപ്പെട്ടിയിൽ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിനും ടീമിനും കഴിയും. വി ഡി സതീശനൊക്കെ ഇന്ന് തന്നത് അതിൻ്റെ ഒരു ഹിന്റാണ്. ഇനി അങ്ങോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇനി ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും നീലപ്പെട്ടിയുണ്ടോ നീലട്രോളിയുണ്ടോ എന്ന രീതിയിലുള്ളൊരു ട്രോള് അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഇവിടെ കണ്ടെത്തിയത് എന്താണ്? ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പെട്ടിയിൽ പണം എത്തിയിട്ടില്ല. അതായത് ഈ ആരോപിക്കപ്പെടുന്ന നീല ട്രോളിയിൽ പണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർ നടപടികൾ ആവശ്യമില്ല. ഇതാണ് അന്വേഷണ സംഘം പാലക്കാട് SP സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് CPM കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു. അതുകൂടി പറഞ്ഞു പോകണമല്ലോ. ആ പരാതിയിൽ കേസെടുത്തിട്ടില്ല. ആ പരാതി വേണ്ട, അവിടെ ഉണ്ടായ സംഘർഷത്തെപ്പറ്റി അന്വേഷിച്ചാൽ മതി എന്നതിലേക്ക് പിന്നീട് നിലപാട് മാറിയത് എന്തുകൊണ്ടാണ് എന്ന് EN സുരേഷ് ബാബു അടക്കമുള്ള ആളുകൾ ഇപ്പോഴൊന്നും പറയുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നുണ്ടോ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടേതെന്ന് ഞാൻ നോക്കിയിരുന്നു. കാരണം അദ്ദേഹമാണല്ലോ മറുപടി പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് മന്ത്രി MB രാജേഷിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെയും പ്രതികരണം കണ്ടില്ല. ഈ രണ്ട് പ്രതികരണങ്ങൾ വരുമ്പോഴേ ഇതൊരു സമ്പൂർണ്ണമായ ഒരു ട്രോളി കാവ്യമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വാക്കാലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി എന്നുള്ളത് വസ്തുതയാണ്. അതിൽ ആ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഈ ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറം കാര്യമായ തെളിവൊന്നുമില്ല. അതായത് ഈ ആരോപണം ഉന്നയിച്ചവരുടെ കയ്യിലും തെളിവൊന്നുമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് ഇനി CPIMനെ തിരിച്ചടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ബോധ്യവുമില്ലാതെ അരുൺ സാർ പറഞ്ഞതുപോലെ ഹാഫ് കുക്ക്ഡ് പോലുമല്ല, കുക്കേ ചെയ്തിട്ടില്ല, കുക്ക് ചെയ്യാൻ സാധനവുമില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ കള്ളപ്പണം എത്തുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ കള്ളപ്പണം കൊണ്ടുവരുന്നു എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് കള്ളപ്പണം എത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഈ KPM റീജൻസിയിലേക്കാണോ എത്തിയത്, മറ്റെവിടേക്കെങ്കിലുമാണോ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത കിട്ടാതെ പോയത്. അപ്പോഴേക്കും ഈ KPM റീജൻസിയിലേക്ക് ട്രോളിയുമായി വന്നു. അത് കണ്ട ആളുകൾ അങ്ങനെ ഇതെല്ലാം കൂടി റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ KPM റീജൻസിയിലെ ഇവരുടെ കൂടിക്കാഴ്ച, അവിടെ താമസിക്കുന്നവർ മാഡം പറഞ്ഞത് ശരിയാണ്, മാഡം അവിടെ താമസിച്ചാണ്, ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്, ഡോക്ടർ അരുണും അവിടെ, നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ അവിടെയാണ് ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനായി പോകുമ്പോൾ നമ്മുടെ ടീമിലെ മിക്കവരും അവിടെയാണ് താമസിച്ചത്. അവിടെ താമസിക്കാൻ പോകുന്നവർ ട്രോളി കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ താമസിക്കാത്ത, സ്വന്തമായി ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന സ്ഥാനാർത്ഥി ഒരു പെട്ടിയുമായി ആ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ആൾ വരികയും ആ വസ്ത്രങ്ങൾ ബോർഡ് റൂമിൽ കൊണ്ടുപോയി ഷാഫി പറമ്പിൽ MPയെ കാണിച്ച് ആ വസ്ത്രങ്ങൾ അതിലേതാണ് ധരിക്കേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. അസാധാരണമായ ആ കാര്യം സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവിടെ സംശയം ബലപ്പെടുകയും അതിന് പിന്നാലെ CPIM പോവുകയും ചെയ്തത് എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അതിൽ CPIMനെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നു. ഈ ഒരു പെട്ടിയുമായി അവിടെ താമസിക്കാത്ത ഒരാൾ അവിടെ കാറിൽ വന്നിറങ്ങി ആ റൂമിൽ കൊണ്ടുപോയി വെച്ച് ഈ ഡ്രസ്സ് നോക്കുമെന്നുള്ളതൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഡ്രസ്സ് നോക്കലൊക്കെ പിന്നെ വന്ന കാര്യമല്ലേ. അതാണല്ലോ രാഹുൽ ചെയ്തത്. ഞാൻ രാഹുലിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്താണ്? ഞാൻ എൻ്റെ വസ്ത്രം കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഇടേണ്ട വസ്ത്രം ഏതാണെന്ന് ഷാഫിക്കയോട് ചോദിക്കാനാണ് ബോർഡ് റൂമിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ ബോർഡ് റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ ജ്യോതികുമാർ ചാമക്കാലയും VK ശ്രീകണ്ഠൻ MPയും ഷാഫി പറമ്പിലും പിന്നീട് അവിടേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. കൂടെ ഫെനിയും ഉണ്ടായിരുന്നു. ഫെനിയാണ് ഈ പെട്ടിയുമായി വരുന്നത്. അപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അത്രയും സമയം മാത്രമാണ് അതിനുള്ളിൽ. അപ്പോൾ വസ്ത്രം കാണിക്കുന്നു, പോകുന്നു. പക്ഷേ ഈ വസ്ത്രമാണ് ഇതെന്നും ഈ ട്രോളിയുമായി അവിടേക്ക് പോയി എന്നുള്ളതുമൊക്കെ വിശദീകരിക്കുന്നത് എപ്പോഴാണ്? അടുത്ത ഘട്ടത്തിലാണ്. അപ്പോൾ ഈ സംശയമായി നിൽക്കാനും ഈ ആരോപണം ചർച്ച ചെയ്യപ്പെടാനും അവിടെ ഈ കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷൻ മുന്നിൽ പോയി നിന്ന് ലൈവ് ചെയ്യുമ്പോഴൊന്നും ഞാൻ ഈ ഡ്രസ്സുമായിട്ടാണ് പോയതെന്ന് രാഹുൽ പറയുന്നില്ല. പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ നീല ട്രോളി ബാഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രോളിയൊന്നുമില്ല, ഞാൻ ട്രോളിയുമായി പോയിട്ടില്ല എന്ന പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് നടത്തിയ ലൈവിൽ തന്നെ രാഹുൽ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് രാത്രിയിൽ തീർന്നേനെ. അന്ന് രാത്രി 2:15 തീർന്നേനെ. ഈ ആരോപണവും ഈ വെടിക്കെട്ടും ഈ പുകമറയും എല്ലാം അന്ന് തീർന്നേനെ. പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത ദിവസം മാത്രമാണ് വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അതുവരെ ഈ ഒരു സസ്പെൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായി ഇന്ന് രാഹുൽ മാധ്യമങ്ങളെ പഴി പറയുന്നത് കണ്ടു. ഇങ്ങനൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അതിന് പിന്നാലെ പോകുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ മാധ്യമങ്ങളും പോയി. അതിൽ കൈരളി TV അവിടെ വന്ന് കാത്തു നിന്നോന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കൈരളി TV അവിടെ എത്തി. ഞാൻ മനസ്സിലാക്കുന്നത് കൈരളി TV അടക്കം മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുടെയും 1-2 പേരെങ്കിലും ആ ഹോട്ടലിൽ അന്ന് താമസിക്കുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ബഹളവും പോലീസ് വരുന്നതുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. അവർ ഏത് രാത്രിയായാലും ജോലി ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു റക്കസ്, ആ ബഹളം എന്തിനായിരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ ബഹളത്തിൽ അവിടെ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീസിനുണ്ടായ ഡാമേജസിൽ ഇനി നിലനിൽക്കാൻ പോകുന്ന കേസ് അതാണ്. ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടീസ് ഡാമേജ്ഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടൽ അധികൃതർ കൊടുത്തിരിക്കുന്ന പരാതിയുണ്ട്. അപ്പോൾ അത് ഡാമേജ് ചെയ്തത് അവിടെ ഉണ്ടായ സംഘർഷത്തിൽ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നു, ഡിവൈഎഫ്ഐയുടെ ആളുകളുണ്ടായിരുന്നു, BJPയുടെയും ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചവർക്കെതിരായ ഒരു കേസല്ലാതെ അതിന് കൃത്യമായ തെളിവുണ്ട്. കാരണം ഡാമേജ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ആ കേസല്ലാതെ ഈ ട്രോളിയുടെ കാര്യത്തിൽ തെളിവില്ലാതെ എങ്ങനെയാണ് ഒരു കേസ് നിൽക്കുക? അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നവംബർ 5-ാം തീയതി അർദ്ധരാത്രിയും നവംബർ 6-ാം തീയതി പുലർച്ചെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈവും അതെല്ലാം വാർത്താ മുഹൂർത്തങ്ങളാണ്. അത് ഏത് മാധ്യമപ്രവർത്തകനായാലും മാധ്യമപ്രവർത്തകയായാലും കവർ ചെയ്യും. അപ്പോൾ ആ കവർ ചെയ്തതിനെയൊന്നും രാഹുൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ആ കവറേജ് ഏത് മാധ്യമമായാലും അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പ്രൂവ് ചെയ്യാനും ഈ കാര്യം ചർച്ചയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനും രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിന് പോലീസ് ചട്ടുകമായോ? ആ ചോദ്യമാണ് ഇനി ലാർജർ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. പോലീസിന് ഈ മിസ്ഇൻഫർമേഷൻ കൊടുത്തിട്ട് റെയ്ഡ് നടത്തിച്ചതാണോ, അതോ പോലീസിൽ നിന്ന് തന്നെ ഈ വിവരം ലീക്ക് ചെയ്തപ്പോൾ ഇവർ ആരോപിക്കുന്നത് പോലെ കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ ആ കള്ളപ്പണം മാറ്റാൻ കഴിഞ്ഞു? ആ ചോദ്യങ്ങളൊന്നും ഇനി ഉത്തരം കിട്ടാതെ അവിടെ അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലരും പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഹോട്ടലിലേക്ക് റെയ്ഡിന് വേണ്ടി എത്തിയത്. അവിടെ 12 മുറികളല്ലല്ലോ, 40ഓളം മുറികളില്ലേ? എന്തുകൊണ്ട് 12 മുറികൾ അവർ സെലക്ട് ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരവും പറയേണ്ടത് തടസ്സപ്പെടുത്തി, നടന്നില്ല. പിന്നീട് റെയ്ഡ് നടന്നില്ല. അപ്പോൾ ആ റെയ്ഡ് എങ്ങനെയാണ് പൂർണ്ണമായ റെയ്ഡാണ് എന്ന് പറയാൻ കഴിയുക? അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു വാർത്താ മുഹൂർത്തമായി മാറിയ ഒന്നായിരുന്നു ഈ നീല ട്രോളി. അതിന് റെയ്ഡ് നടത്തിയത്, ആ ട്രോളിക്ക് പിന്നാലെയുള്ള കഥകൾ, പിന്നീട് ട്രോളിയുമായി വന്ന് സ്ഥാനാർത്ഥി നടത്തുന്ന വാർത്താ സമ്മേളനം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നീല ട്രോളിയുമായി പോകുന്ന പ്രവർത്തകർ, അതിനുശേഷം വിജയാഹ്ലാദ പ്രകടനത്തിലും നീല ട്രോളി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻട്രി വരുമ്പോൾ കൂടെ നീല ട്രോളി ഉണ്ടാകുമോ? അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കുമോ സർക്കാരിനെതിരെ ഉയർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്. എന്തായാലും ട്രോളിയിൽ പണമുണ്ട് എന്നുള്ള ആരോപണം ആവിയായി എന്നുള്ളതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. Meet the editors.